നമസ്കാരം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയായ ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് അത് ഇനി 2 ഘട്ടങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ജൂൺ 1-ാം തീയതി നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ 7 ഘട്ടവും പൂർണ്ണമാവുകയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിലും അതിനു മുൻപുമൊക്കെ നിരവധി മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും സ്വകാര്യ ഏജൻസികളും മറ്റും എന്തൊക്കെയായിരിക്കും സീറ്റിൽ ഫലങ്ങൾ, അല്ലെങ്കിൽ ആരൊക്കെ വിജയിക്കും, ആരൊക്കെ ഏതൊക്കെ പ്രദേശങ്ങളിൽ പിന്നോട്ട് പോയേക്കാം തുടങ്ങിയ നിരവധി സാധ്യതകൾ പ്രവചിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഭൂരിഭാഗം ആളുകളും കൃത്യമായ കണക്ക് നിരത്തിക്കൊണ്ട് തന്നെയാണ് ഈ പ്രവചനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതും. എന്തായാലും അതിലൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP തന്നെ 3ാമതും സർക്കാർ രൂപീകരിക്കുമെന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. INDA എന്ന പ്രതിപക്ഷ മുന്നണിക്ക് കാര്യമായ ചലനമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയായിരുന്നു പലരും വിധി എഴുതിയത്. എന്നാൽ ഇപ്പോൾ INDA എന്ന മുന്നണിക്ക് ആശ്വാസമാകുന്ന വിധത്തിൽ ഒരു പ്രവചനം എത്തിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടം കഴിഞ്ഞപ്പോൾ മാത്രമാണ് INDA മുന്നണിക്ക് ഏറെ ആശ്വാസകരമാകുന്ന, അല്ലെങ്കിൽ അവർക്ക് ഒരു പച്ചക്കൊടി എന്ന നിലയ്ക്കുള്ള ഒരു പ്രവചനം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകനായ യോഗേന്ദ്ര യാദവാണ് INDAക്ക് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ദി പ്രിന്റിൽ എഴുതിയ ലേഖനത്തിലാണ് അദ്ദേഹം ഈ കാര്യം വിശദീകരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ സഖ്യമായ INDA മുന്നണിക്ക് 5ാം ഘട്ട വോട്ടെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ നേട്ടം കൊയ്യാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 7 ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് നമ്മൾ മുൻപ് തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇതുവരെ ഏറ്റവും കുറവ് മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടന്നത് ഈ 5ാം ഘട്ടത്തിലാണ്. വെറും 49 മണ്ഡലങ്ങൾ മാത്രം. ഈ 49 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്ന 5ാം ഘട്ടത്തിൽ മാത്രമാണ് INDAക്ക് ഒരു മുന്നേറ്റം യോഗേന്ദ്ര യാദവ് പ്രവചിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി, അതിനോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, ചിരാഗ് പാസ്വാൻ, പീയൂഷ് ഗോയൽ, രാജീവ് പ്രതാപ് റൂഡി, ഒമർ അബ്ദുള്ള തുടങ്ങിയ പ്രമുഖരൊക്കെ തന്നെയും ജനവിധി തേടിയത് ഈ 5ാം ഘട്ടത്തിൽ തന്നെയായിരുന്നു. 2019 വോട്ടെടുപ്പിൽ 49 സീറ്റുകളിൽ 39 നേടിയത് അന്ന് NDA തന്നെയായിരുന്നു. BJPക്ക് മാത്രം 32 സീറ്റുകളിൽ വിജയം നേടാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെ ഒരു വിജയം BJPക്ക് ഉണ്ടാവില്ല എന്നാണ് യോഗേന്ദ്ര യാദവ് പറഞ്ഞിരിക്കുന്നത്. 5ാം ഘട്ടത്തിൽ മഹാരാഷ്ട്ര വിധി എഴുതിയത് 13 സീറ്റുകളിലേക്കാണ്. ഈ 13 സീറ്റുകളിൽ 6 സീറ്റ് BJPക്ക് ലഭിക്കുമെന്നും 5 സീറ്റ് NDAയുടെ മറ്റ് കക്ഷികളും നേടിയേക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 2 സീറ്റുകൾ മാത്രമായിരിക്കും ഇവിടെ INDA സഖ്യത്തിന് ലഭിക്കുക എന്ന പ്രവചനം കൂടി യോഗേന്ദ്ര യാദവ് നടത്തുന്നുണ്ട്. ഒഡീഷയിലാവട്ടെ 2019 5-ൽ 3 സീറ്റ് BJPക്കും 2 BJDക്കുമായിരുന്നു ലഭിച്ചിരുന്നത്. ഈ നില ഒഡീഷയിൽ തുടരാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. പശ്ചിമ ബംഗാളിലാവട്ടെ INDA സഖ്യത്തിന് മുൻതൂക്കമുണ്ട് എന്നും പറഞ്ഞിരിക്കുന്നു. ബരാക്പൂരിലും ഹൂഗ്ലിയിലും BJP അതിശക്തമായ മത്സരം നേരിടേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും 6ാം ബാഗ് BJP പിടിച്ചെടുക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ജാർഖണ്ഡിലാവട്ടെ ഒരു സീറ്റിൽ CPI തന്നെ വിജയിക്കുമെന്നാണ് INDA മുന്നണി കരുതുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ മഹാരാഷ്ട്രയിലെ ഫലത്തിലടക്കം കൃത്യമായ മേൽക്കൈ BJPക്ക് ഉണ്ട് എന്നുള്ള വസ്തുത നിലനിൽക്കെ തന്നെയാണ് ഈ 5ാം ഘട്ടത്തിൽ കാര്യമായ ഒരു മുന്നേറ്റം INDAക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള യോഗേന്ദ്ര യാദവിന്റെ പ്രവചനം എത്തിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രവചനം ഇതുവരെ നടന്ന 5 ഘട്ടങ്ങളുടെയും അല്ല, മറിച്ച് ഈ 5ാം ഘട്ടത്തിന്റെ മാത്രമാണ്. വെറും 49 സീറ്റുകളുടെ ഫലത്തിൽ മാത്രമാണ്. അങ്ങനെ 5ാം ഘട്ടത്തിൽ ചെറിയൊരു മേൽക്കൈ നേടാൻ INDAക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ യോഗേന്ദ്ര യാദവ് പറഞ്ഞിരിക്കുന്നത്. യോഗേന്ദ്ര യാദവിന്റെ ഈ പ്രവചനം INDA മുന്നണിക്ക് നൽകുന്ന ഊർജ്ജം ചെറുതല്ല. ഏറ്റവും ഒടുവിൽ അവർക്കും ആശ്വാസകരമായ ഒരു വാർത്ത എത്തി എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇതേപ്പറ്റി വിശദീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.